സ്റ്റെഫിൻ, അമ്പലത്തറയിൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ വട്ടിയൂർക്കാവിൽ ചിലയിടത്ത് വെള്ളമുണ്ട്, പക്ഷെ ചിലയിടങ്ങളിൽ വെള്ളമില്ല. ആറ്റുകാലിലും സമാനമായി തന്നെയായിരുന്നു അവസ്ഥ. എന്താണ് അമ്പലത്തറയിൽ എന്താ അവസ്ഥ, എങ്ങനെയാണ്? പമ്പിംഗ് ഒക്കെ പുനരാരംഭിച്ചു എന്ന് പറയുമ്പോഴും അമ്പലത്തറ താരതമ്യേന താഴ്ന്ന പ്രദേശമാണ്. അവിടെ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതാണ് ഈ അമ്പലത്തറ തോട്ടം റെസിഡന്റ് അസോസിയേഷനിലെ ഒരു കാഴ്ച. ഇതാണ് കാരണം മഴവെള്ളം പിടിച്ച് അല്ലെങ്കിൽ പണം കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോഴും ഇവർ എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും ഇവിടെ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഇപ്പോൾ റെസിഡന്റ് അസോസിയേഷൻ്റെയൊക്കെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പം ഏതെങ്കിലും ഈ ഭാഗത്തെ വീടുകളിൽ വെള്ളം വന്നിട്ടുണ്ടോ? എത്ര വീടുകൾ ഇപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട് ഇവിടെ? ഇല്ല, 5 ദിവസമായിട്ട് തുടങ്ങിയ ഒരു പ്രതിസന്ധിയാണ്. അത് ഇതുവരെ തരണം ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളമില്ല, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ആർക്കും ഇവിടെ വെള്ളമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പം നമ്മൾ ബന്ധപ്പെട്ട് അപ്പോൾ കോർപ്പറേഷൻ്റെ നിന്ന് വെള്ളം സഫീഷ്യൻ്റായിട്ട് എത്തിച്ച് കൊടുക്കും, ബദൽ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അസോസിയേഷൻ മുൻകൈ എടുത്തിട്ട് ഒരു 18,000 ലിറ്റർ വെള്ളം നമ്മൾ പർച്ചേസ് ചെയ്ത് ക്യാഷ് കൊടുത്ത് മേടിച്ച് വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ ഒരു 300 കുടുംബത്തോളം ഇവിടെ ഉണ്ട്. ഈ റെസിഡന്റ് ഇവിടെ കോർപ്പറേഷൻ്റെ ടാങ്കറോ വെള്ളമൊന്നും വന്നില്ലേ? കോർപ്പറേഷൻ ടാങ്കർ വെള്ളം വന്നിട്ടില്ല. അപ്പം നമ്മൾ കാശ് കൊടുത്ത് ടാങ്കർ വെള്ളം വരുത്തി എല്ലാവർക്കും കൊടുത്തു. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമേ അത് സഫീഷ്യൻ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പാർട്ടിക്കാരൊക്കെ കുറച്ച് അവരും കാശ് കൊടുത്താണ് മേടിച്ച് കുറച്ച് വെള്ളം നമ്മൾ ഈ കൊടുത്താണ് ഇതുവരെ നിൽക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ നമുക്കറിയാം, മേയർ ഒരു 1.5 മണിക്കൂറിനകത്ത് പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്കൂറിനകത്ത് വെള്ളം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും നമ്മളെ അറിയിച്ച് അവരെല്ലാം കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ ആയപ്പോൾ സ്ഥിതിഗതികൾ മാറി. നമ്മുടെ ഈ പ്രദേശത്ത് വെള്ളമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഈ പ്രദേശത്ത് വെള്ളമില്ല. വളരെ ദുരിതത്തിലാണ് നമ്മളെല്ലാവരും, ഈ അസോസിയേഷനിലെ എല്ലാവരും. പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥിതി വിഷയമായിട്ട് ഒരു ബുദ്ധിമുട്ട്. അതായത് ഈ ഐരാണിമുട്ടത്തു നിന്നാണോ ഇവിടെ ആ ടാങ്കറിൽ നിന്നാണോ ഇങ്ങോട്ട് വെള്ളം വരുന്നത്? അത് ഇതൊരു താഴ്ന്ന പ്രദേശമാണല്ലോ അല്ലേ, അത് കമ്പയർ ചെയ്യുമ്പോൾ? അതെ, ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രദേശമല്ല. ഇപ്പോൾ 5 ദിവസമായി വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ആദ്യം വരേണ്ടതാണ്, പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് 8 മണി തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് വെള്ളം വരുമെന്ന് പറയും. ആൾക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ്റെ ട്രഷറാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ച പ്രസിഡന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൾക്കാർ നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 14 ലിറ്റർ വെള്ളം എടുത്ത് ഇവിടെ കുറച്ച് വീട്ടുകളിൽ 350 വീടുണ്ട് നമുക്ക് ഈ മേഖലയിൽ. അവിടെ നമ്മൾ മാക്സിമം കൊടുത്തു. പിന്നെ പാർട്ടിക്കാരാണ് കുറച്ച് CPM-കാരാണ് കുറച്ച് വെള്ളം അവർ കാശ് കൊടുത്ത കാശ് കൊടുത്ത വാങ്ങിച്ചതിനോട് കുറച്ച് ഭാഗങ്ങളിൽ കൊണ്ട് കൊടുത്തത്. കോർപ്പറേഷനിലോട് കിട്ടിയിട്ടില്ല. ഈ സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയ ആണോ? ഇതിന് മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഇത് ഫസ്റ്റാണ്. ഇങ്ങനെ നമ്മുടെ പ്രദേശം താഴ്ന്ന പ്രദേശമാണ്. അതുപോലെ വെള്ളത്തിന് ഇതുവരെ ഒരു ക്ഷാമം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ അസോസിയേഷൻ മുൻകൈ എടുത്ത് ഇപ്പോൾ 18,000 ലിറ്റർ കൊടുത്തു. ഇന്നലെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു ഇന്ന് വെള്ളം കിട്ടുമെന്ന്. ഇപ്പോൾ ആക്ച്വലി 12,000 ലിറ്റർ ഞങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഞങ്ങൾ ആ 12,000 ലിറ്ററും ക്യാഷ് മേടിച്ച് കൊടുത്ത് അതും കൂടെ നമ്മുടെ പരിസരവാസികൾക്ക് നമ്മുടെ അസോസിയേഷൻ അംഗങ്ങൾക്കും കൊടുക്കും എന്ന്. ശരി, തീർച്ചയായിട്ടും.